ഓക്കെ, സമ്പാദ്യം. അപ്പൊ അതാ കണ്ടോ, സമ്പാദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സേവിങ്സുമായിട്ട് കണക്ട് ചെയ്യും. കണ്ടോ, സേവിങ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ LD മൂന്നാമത്തെ ഘട്ടം, അതായത് തൃശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന LD പരീക്ഷയില് നമ്മുടെ കറണ്ട് അഫയേഴ്സിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് കൂടെ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അടുത്ത പരീക്ഷയ്ക്ക്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതെന്നാണ് ചോദ്യം. നോക്കിക്കേ, നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്, അതായത് നമുക്കറിയാം 2023 ഓഗസ്റ്റ് 15 അല്ലെ, 2023 ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനാണ് എന്ത് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്? ആസാദി കാ അമൃത് മഹോത്സവം എന്ന് പറയുന്ന ക്യാമ്പയിൻ അവസാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ആസാദി കാ അമൃത് മഹോത്സവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാവുന്നത് പോലെ തന്നെ 2021 മാർച്ച് 12 ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആണ് അല്ലെ. നമ്മുടെ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുമായിട്ട്, അല്ലെങ്കിൽ ദണ്ഡി യാത്ര സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ദിവസത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ദിവസത്തെ ഒന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 2021 മാർച്ച് 12 ആസാദി കാ അമൃത് മഹോത്സവ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2021 മാർച്ച് 12 ആരംഭിച്ച് ഏകദേശം 75 ആഴ്ചക്കാലം നീണ്ടു നിന്ന ക്യാമ്പയിൻ ആണ്. 75 ആഴ്ചക്കാലം, അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. 75 ആഴ്ചക്കാലം നീണ്ടു നിന്ന ഈ ക്യാമ്പയിൻ അവസാനിച്ചത് 2023 ഓഗസ്റ്റ് 15 2023 ഓഗസ്റ്റ് 15 ഈ ക്യാമ്പയിൻ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ മുൻപ് ഇത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ആസാദി കാ അമൃത് മഹോത്സവത്തിന് പ്രധാനപ്പെട്ട 5 തീമുകളാണുള്ളത്. അത് നിങ്ങളൊന്ന് നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ, നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഒരു പ്രമേയമാണ് അല്ലെ. ആസാദി കാ അമൃത് മഹോത്സവം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം 2021 നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 75 ആഴ്ചക്കാലം കംപ്ലീറ്റ് ചെയ്ത് 2023 നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ആസാദി കാ അമൃത് മഹോത്സവം നമ്മൾ സമാപിച്ചു അല്ലെ. നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു തീമാണ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഫ്രീഡം സ്ട്രഗിൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട തീമാണ്. രണ്ടെന്ന് പറയുന്നത് അച്ചീവ്മെന്റ്സ് അറ്റ് 75 എന്നുള്ളതാണ്. ഈ 75 വർഷക്കാലം ഇന്ത്യക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു, ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന രീതിയിൽ ഇന്ത്യക്ക് ഏതൊക്കെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം തന്നെയാണ്. ഓക്കെ, അടുത്തത് നോക്കുവാണെങ്കിൽ ആക്ഷൻ അറ്റ് 75 എന്നുള്ളതാണ്. ആക്ഷൻ അറ്റ് 75, അതായത് ഈ 75ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആക്ഷൻ, പ്രവർത്തനങ്ങൾ, 75 വർഷത്തിലെ പ്രവർത്തനങ്ങൾ. അടുത്തത് റിസോൾവ് അറ്റ് 75, പല പ്രശ്നങ്ങളും എന്ത് ചെയ്യുക, പരിഹരിക്കുക എന്നുള്ളത് ഒരു പ്രമേയമാണ്. അതുപോലെ തന്നെ ഐഡിയ അറ്റ് 75, അതായത് നമ്മുടെ ഈ 75ാം വർഷത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പുതിയ ഐഡിയകൾ ഉണ്ട് എന്നുള്ളതും എന്താണ്, ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു പ്രമേയമാണ് കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യ സമരമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ നേട്ടം നമ്മൾ എന്ത് ചെയ്തു, കൈവരിച്ചു എന്നുള്ളത് ഒരു പ്രമേയമാണ്. ഇനി അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്കിനി ചെയ്യാനുണ്ട്. ഓക്കെ, അച്ചീവ്മെന്റ് ചെയ്തത്, അതുപോലെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ, ആക്ഷൻസ് അറ്റ് 75. മൂന്നാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്, നാലാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്, റിസോൾവ് അറ്റ് 75, നിലവിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക, പുതിയ ഐഡിയകൾ. ഐഡിയ അറ്റ് 75 എന്ന് പറയുന്നതും 5 തീമുകളിൽ പെടുന്ന ഒരു കാര്യമാണ്. മറക്കല്ലേ, ആസാദി കാ അമൃത് മഹോത്സവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ എന്നാണ് ആസാദി കാ അമൃത് മഹോത്സവം ആരംഭിച്ചത്? 2021 മാർച്ച് 12 ആരംഭിച്ചത്. 2021 മാർച്ച് 12. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ആസാദി കാ അമൃത് മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് 2023-24 ബജറ്റ് പ്രസംഗത്തിൽ നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ നിർമ്മല സീതാരാമനാണ് ഈ ഒരു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറുകിട സമ്പാദ്യ പദ്ധതിയായിട്ടുള്ള മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്താണ് പറഞ്ഞ്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഈ പദ്ധതികളൊക്കെ ഇനിയും ചോദിക്കും കേട്ടോ. പ്രത്യേകിച്ച് ബജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള പദ്ധതികൾ എന്തായാലും മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബജറ്റിനകത്ത് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലെ. ഓക്കെ, അപ്പൊ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 2023-24 ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ 2 വർഷത്തേക്കുള്ള ഒരു ഒറ്റത്തവണ ഡെപ്പോസിറ്റിംഗ് സ്കീമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനിതകളുടെയോ പെൺകുട്ടികളുടെയോ പേരിൽ പരമാവധി 2 ലക്ഷം രൂപ വരെ സ്ഥിര നിക്ഷേപ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നു. എത്ര പലിശ നിരക്കില്? 7.5% പലിശ നിരക്കില് ഒരു സ്ഥിര നിക്ഷേപ സൗകര്യം എന്ത് ചെയ്യുന്നു? വാഗ്ദാനം ചെയ്യുന്ന ഒരു നമ്മൾ പറയുന്ന ഒരു ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആസാദി കാ അമൃത് മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് വനിതകൾക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് കേട്ടോ. സമ്പാദ്യ പദ്ധതി. ഓക്കെ, സമ്പാദ്യം. അപ്പൊ അതാ കണ്ടോ, സമ്പാദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സേവിങ്സും ആയിട്ട് കണക്ട് ചെയ്യും കണ്ടോ. സേവിങ് സമ്പാദ്യം എന്ന് പറയുമ്പോൾ ഇവിടെ സേവിങ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെയും സേവിങ്സ് ഉണ്ടെങ്കിലും കുറച്ചുകൂടി കണക്ട് ചെയ്യുന്ന മഹിള എന്ന് പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ശരിയായെന്നുള്ള കാര്യം നിങ്ങൾ പറയണം. എത്ര പേർക്ക് ഇത് ആൻസർ കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ ആസാദി കാ അമൃത് മഹോത്സവനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ആസാദി കാ അമൃത് മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് വനിതകൾക്ക് മാത്രമല്ല കർഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആസാദി കാ അമൃത് മഹോത്സവിന്റെ കീഴിൽ. ആ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തേത് PM കിസാൻ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ, നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾ അധികമായിട്ട് നമ്മൾ നോക്കാറില്ല അല്ലെ. ചിലതൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ നോക്കാറുണ്ടെങ്കിലും നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾ കൂടി നോക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം ബജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള സ്കീമുകളാണെങ്കിൽ എന്തായാലും നോക്കിപ്പോണം. ഓക്കെ, നമ്മൾ മുന്നേ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾ കുറച്ചൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. നോക്കിക്കേ, അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PM കിസാനെ കുറിച്ച്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച്. എന്താണ് PM കിസാൻ എന്ന് പറയുന്നത്? നിങ്ങളിൽ പല ആളുകളും ഈ കേരളത്തിലായിരുന്നാലും ഈ PM കിസാൻ അല്ലെങ്കിൽ PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്നുള്ള ക്യാഷ് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമാണ് ഈ പറയുന്നത്. നേരിട്ട് എന്ത് ചെയ്യുന്നു? കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6000 രൂപ നൽകുന്നത്. അതായത് നമുക്ക് ഇത്ര സെന്റ് ഭൂമി നമ്മുടെ പേരിൽ ഉണ്ടെങ്കിൽ നമുക്ക് 2000 വെച്ച് 3 തവണ കിട്ടുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്കീം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, പലർക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഭൂ ഉടമകളായിട്ടുള്ള കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. അതായത് കൃഷി പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പേരില് ഒരു 10 സെന്റ് അല്ലെങ്കിൽ ഇത്ര സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭൂമി ക്ലെയിം ചെയ്തുകൊണ്ട് ഈ പറയുന്ന കാശ് വാങ്ങാവുന്നതാണ്. പക്ഷെ അത് നൽകുന്നത് കൃഷിക്കാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തിന്റെ ഭാഗമായിട്ടാ? ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തെ പദ്ധതി നോക്കാം. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. എന്താണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ആത്മനിർഭർ ഭാരത് പാക്കേജ് നമുക്കറിയാം GDP-യുടെ 10% വരുന്ന ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് അല്ലെ. സോ ആത്മനിർഭർ ഭാരത് പാക്കേജിന് കീഴില് ആണ് ഈ ഒരു അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്.
വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട് ഇടത്തരം മുതൽ ദീർഘകാല വായ്പാ ധനസഹായം നൽകുന്നു. അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് ഉപകരണങ്ങളുണ്ട്, ഒരുപാട് മാനവ വിഭവശേഷി ആവശ്യമുള്ള ഒരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. സോ അതിനൊക്കെ ആയിട്ട് ഇടത്തരം മുതൽ, അതായത് മീഡിയം മുതൽ ലോങ് ടേം വരെയുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? ഒരു ചെറിയ വായ്പാ ധനസഹായ പദ്ധതിയാണെന്ത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത പദ്ധതി നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ ഇടയ്ക്ക് പഠിച്ചതാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. പഠിച്ചവർക്ക് കിട്ടിക്കാണും നമോ ഡ്രോൺ ദീദി പദ്ധതി. എന്താണ് നമോ ഡ്രോൺ ദീദി പദ്ധതി എന്ന് പറയുന്നത്? സാങ്കേതിക മുന്നേറ്റങ്ങൾ, അതായത് ഡ്രോൺ യൂസ് ചെയ്ത് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് എന്ത് നൽകുന്നു? ഡ്രോണുകൾ നൽകുന്ന പദ്ധതിയാണ് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്കിവിടെ കേരളത്തില് ഇപ്പൊ വനിതകൾക്ക് ഒരു കൃഷിഭൂമിയിൽ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവര് ആ കാര്യങ്ങള് ഇപ്പോ കീടനാശിനി തളിക്കുന്നതിനായിരുന്നാലും ഒക്കെ ഒരു വലിയ ഏക്കർ പാടങ്ങളിലൊക്കെ അവർക്ക് വനിതകൾക്ക് ഒറ്റ അല്ലെങ്കിൽ ഒരു വനിതയുടെ ഒരു ഭൂമിയാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം അവർ ആളുകളെ എന്ത് ചെയ്യാറുണ്ട്? പുറത്തുനിന്ന് ഹയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അവരെന്ത് ചെയ്യാറുണ്ട്? ആളുകളെ പുറത്തുനിന്ന് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് വനിതകൾക്ക് തന്നെ സ്വന്തമായിട്ട് ഡ്രോണുകളെ സഹായത്തോടു കൂടി കൃഷിയിലെ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ ഒരു പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മുടെ കുടുംബശ്രീ വഴിയാണ് ആ പദ്ധതി എന്ത് നടപ്പിലാക്കുന്നത്. അപ്പോൾ വനിതാ സ്വയം സഹായ സംഘങ്ങൾ വഴി ഡ്രോണുകൾ നൽകി വനിതകൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സർക്കാർ കാർഷിക സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ട് കാർഷിക സ്റ്റാർട്ടപ്പുകളെ എന്ത് ചെയ്യുന്നു? പിന്തുണയ്ക്കുന്ന പദ്ധതിയാണ്. അടുത്തതാണ് മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്, അതായത് പ്ലാന്റേഷൻ മുതൽ വിത്ത് നടുന്നത് മുതൽ വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ്, അത് എങ്ങനെ വിപണനം ചെയ്യണം, കൃത്യമായിട്ടുള്ള മാർക്കറ്റ് കണ്ടെത്തണം, ഇതിനൊക്കെ കർഷകരെ സഹായിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. അതായത് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? സമഗ്രമായിട്ടുള്ള അല്ലെ, എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സമഗ്രമായിട്ടുള്ള പാക്കേജ് ആണ്. അതായത് പ്ലാന്റേഷൻ വിത്ത് വിതയ്ക്കുന്നു, അതിനുശേഷം വിളവെടുക്കുന്നു, അതിനൊരു മാർക്കറ്റ് കണ്ടുപിടിക്കുന്നു, എല്ലാം തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആസാദി കാ അമൃത് മഹോത്സവിന് കീഴിൽ കർഷകർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ റീസെന്റ് ആയിട്ട് 2024 ജൂൺ മാസം പഠിച്ചിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാ കുട്ടികൾക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി, ഇത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. നോക്കാം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇതാണ് ശരിയായിട്ടുള്ള പദ്ധതി. ഇപ്പൊ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന ഒരു ആന്വിറ്റി പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ജീവാനന്ദം എന്ന് പറയുന്ന പദ്ധതി. നമ്മുടെ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് നമ്മൾ 2024 ജൂൺ മാസത്തെ നോട്ടിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ജീവാനന്ദം പദ്ധതി നിങ്ങൾക്ക് കിട്ടിയോ? ജീവാനന്ദം എ ആണ് ആൻസർ വരുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കി വിരമിച്ച ശേഷം അത് മാസം തോറും ആ തുക തിരികെ നൽകാനായിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. ഓക്കെ, അടുത്തത്
2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഉന്നതി ഉന്നതി ബജറ്റിൽ മാത്രമല്ല നമ്മൾ അല്ലാതെയും ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉന്നതി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പൊ എന്തായാലും ബജറ്റിനകത്ത് ഈ പദ്ധതി പറയുന്നുണ്ട്. പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി എന്ന് പറയുന്നത്. പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബജറ്റുമായിട്ട് 2024 അല്ലെങ്കിൽ നമ്മുടെ 2023-24 ബജറ്റിനകത്ത് പരാമർശിച്ചിട്ടുള്ള ചില പദ്ധതികൾ നമുക്കൊന്ന് നോക്കിയാലോ? കേരള ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില പദ്ധതികൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പദ്ധതിയാണ് നേർക്കാഴ്ച എന്ന് പറയുന്ന പദ്ധതി. നേർക്കാഴ്ച, അതായത് എന്താണ് നേർക്കാഴ്ച എന്ന് പറയുന്നത്? വീടുകളിലെത്തി സമഗ്ര കാഴ്ച പരിശോധന നടത്തുന്ന ഒരു പദ്ധതിയാണ് നേർക്കാഴ്ച എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തില് ഇപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അവയവം കണ്ണാണ് അല്ലെ. നമ്മളെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. മാത്രമല്ല വയോധികർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള മേഖലയാണ് കണ്ണെന്ന് പറയുന്നത്. അപ്പൊ വീട്ടിലെത്തി സമഗ്രമായിട്ടുള്ള കാഴ്ച പരിശോധന നൽകി അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ നിർദ്ദേശങ്ങളും നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് നേർക്കാഴ്ച. ഓക്കെ, അതുപോലെ തന്നെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം സ്കോളർഷിപ്പ്. ഓർത്തു വെച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്താണ് മാർഗദീപം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്? 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, ന്യൂനപക്ഷ വിഭാഗത്തെ മൈനോറിറ്റി വിഭാഗം, അപ്പൊ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് സ്കീമാണ് മാർഗദീപം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. മാർഗദീപം സ്കോളർഷിപ്പ്. ഇനി ഭിന്നശേഷിക്കാർക്ക് തടസ്സങ്ങളില്ലാതെ എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാരിയർ ഫ്രീ എന്ന് പറയുന്ന പദ്ധതി. ബാരിയർ ഫ്രീ. ഇപ്പൊ ബാരിയർ ഫ്രീ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാം. ബാരിയർ ഫ്രീ പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭിന്നശേഷിക്കാർക്ക് തടസ്സങ്ങളില്ലാതെ കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ബാരിയർ ഫ്രീ എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ തന്നെ നമ്മുടെ കൃഷിയില് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സിറ്റ അഥവാ കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ് ഇൻ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന സിറ്റ അഥവാ കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ് ഇൻ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ. കൃഷിയില് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായിട്ടുള്ള പദ്ധതിയാണ്. ഇനി അതുപോലെ തന്നെ മിഷൻ 1000 എന്ന് പറയുന്നത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളാക്കി ഉയർത്താനായിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മിഷൻ 1000 എന്ന് പറയുന്ന പദ്ധതി. മിഷൻ 1000 എന്ന് പറയുന്ന പദ്ധതി എന്താണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളാക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഷൻ 1000 എന്ന് പറയുന്ന പദ്ധതി. അപ്പോ അടുത്ത പദ്ധതി നോക്കാം. 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ, അതായത് നമ്മുടെ 1000 MSME-കളെ വരുന്ന 4 വർഷം കൊണ്ട് 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളാക്കി ഉയർത്താൻ വേണ്ടിയിട്ട് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതിയാണ് മിഷൻ 1000 എന്ന് പറയുന്ന പദ്ധതി. മിഷൻ 1000. അപ്പൊ എന്താണ് മിഷൻ 1000 എന്ന് പറയുന്നത്? 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ MSME-കളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളാക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഷൻ 1000 എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്തത് പട്ടികവർഗക്കാരുടെ സംരംഭകത്വം വർദ്ധിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മുടെ ബജറ്റ് പ്രകാരം, കേരള ബജറ്റ് പ്രകാരം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരാൻ പോകുന്നത് കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമാണ്. തിരുവനന്തപുരത്തുമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നികുതി കുടിശ്ശിക തീർപ്പാക്കാനായിട്ടുള്ള പദ്ധതിയാണ് ആംനസ്റ്റി 2024 എന്ന് പറയുന്നത്. നികുതി കുടിശ്ശിക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ GST ഉണ്ടല്ലോ, GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് നിലവിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന നികുതി നിയമങ്ങൾ പ്രകാരമുള്ള
കുടിശ്ശികൾ തീർപ്പാക്കുന്നതിനായിട്ട് നമ്മുടെ ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുടിശ്ശിക നിവാരണ പദ്ധതിയാണ് ആംനസ്റ്റി പദ്ധതി 2024 എന്ന് പറയുന്നത്. നമ്മുടെ ചെറുകിട സംരംഭകർക്ക് അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് GST വരുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ സർക്കാരിന് നികുതി അടയ്ക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉള്ളവരുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ പക്ഷെ ആ നികുതി അടച്ചേ തീരത്തുള്ളൂ. വ്യവസായം ചെയ്യുന്നവർ എന്തായാലും ടാക്സ് സർക്കാരിന് കൊടുക്കണം. അപ്പൊ അങ്ങനെ GST വരുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ ടാക്സിൽ പെൻഡിങ് ആരെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പെൻഡിങ് അവർക്കും സർക്കാരിനും വളരെ ഫീസിബിൾ ആയിട്ടുള്ള രീതിയിൽ അടച്ചു തീർക്കാനായിട്ടുള്ള പദ്ധതിയാണ് ആംനസ്റ്റി 2024 എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ആംനസ്റ്റി എന്ന് പറയുന്നത് നികുതി കുടിശ്ശിക തീർപ്പാക്കാനായിട്ടുള്ള പദ്ധതിയാണ്, ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഇത് നിങ്ങൾക്ക് കിട്ടിക്കാണുന്ന നമ്മൾ പഠിച്ച കാര്യമാണ്, മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഒത്തിരി തവണ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, IT ഫീൽഡിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. IT-യുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ പുതിയ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം മായയെ കുറിച്ച് തന്നെ നോക്കാം. നമ്മൾ മായയെ കുറിച്ച് ഡെയിലിയിലും വീക്ക്ലിയിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് മായ എന്ന് പറയുന്നത്? വർദ്ധിച്ചു വരുന്ന സൈബർ മാൽവെയർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പ്രതിരോധ മേഖല എന്ന് പറയുന്നത് അല്ലെ. പല രീതിയിലുള്ള ഡേറ്റകളും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രതിരോധ മേഖലയിലെ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹാക്കിങ്ങും ഫിഷിങ്ങും മാൽവെയർ അറ്റാക്കും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റകളെ, നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഡേറ്റകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതല ആയതുകൊണ്ട് ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് നമ്മുടെ പ്രതിരോധ മേഖലകളിലെ കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോറിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നുമല്ല, ഇന്ത്യ തദ്ദേശീയമായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് മായ എന്ന് പറയുന്നത്. മായ. ഓക്കെ, മായ എന്ന് പറയുന്നത് ലിനക്സ് ഉബുണ്ടു അധിഷ്ഠിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന മായ എന്ന് പറയുന്നത് കേട്ടോ, ലിനക്സ് ഉബുണ്ടു അധിഷ്ഠിതമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മായ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യ ഇതിപ്പോ നമ്മൾ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മായ. ഇന്ത്യ സ്വന്തമായിട്ട് തദ്ദേശീയമായിട്ട് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്കറിയാം, നമ്മൾ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അതിന്റെ പേര് ഭരോസ് എന്നാണ് അല്ലെ. അത് ഭരോസ് ആണ്. ഭരോസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഭരോസ് എന്ന് പറയുന്നത് മായ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്ന തദ്ദേശീയ നിർമ്മിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മായ എന്ന് പറയുന്നത്. മായ മാത്രമല്ല, നമ്മളൊരു ആന്റി മാൽവെയർ ആന്റി വൈറസ് സിസ്റ്റം കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ചക്രവ്യൂഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ പലരുടെയും കമ്പ്യൂട്ടറിൽ നമുക്ക് ആന്റി മാൽവെയർ ആന്റി വൈറസ് സിസ്റ്റം ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതുപോലെ ചക്രവ്യൂഹം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കൂടുതൽ, അതായത് മാൽവെയർ അറ്റാക്കുകൾ, വൈറസ് അറ്റാക്കുകൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റയും ആ സിസ്റ്റത്തെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ആന്റി മാൽവെയർ ആന്റി വൈറസ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച് നമ്മുടെ പ്രതിരോധ മേഖലയിലെ കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് ചക്രവ്യൂഹം എന്ന് പറയുന്നത്. ഓക്കെ, ശരി, അടുത്തത് നോക്കാം. ഇതുപോലെ തന്നെ ഇപ്പോ മായ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്തത് നമ്മൾ ഇതുപോലെ നമ്മുടെ സൈനികർക്കിടയിൽ, അഗൈൻ പ്രതിരോധ മന്ത്രാലയത്തില് സൈനികർക്കിടയിൽ സുരക്ഷിത ആശയവിനിമയത്തിനായിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത നെറ്റ്വർക്ക് ശൃംഖലയാണ് സംഭവം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മള് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയുണ്ട് നമുക്ക്. ആ പദ്ധതിയുടെ കീഴിൽ നമ്മളെല്ലാം ഇപ്പൊ തദ്ദേശവൽക്കരിച്ചു കൊണ്ടിരിക്കുവാണ് ഇന്ത്യ. അതായത് നമ്മൾ ഫോറിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു മാറ്റി
പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസിൽ, നമ്മുടെ പ്രതിരോധ മേഖലയിൽ അതിൽ ആദ്യമായിട്ട് കരസേന, നിങ്ങളിപ്പോ ഒരുപാട് കാണുന്നുണ്ടായിരിക്കും കരസേനയിൽ തദ്ദേശീയ നിർമ്മിതമായിട്ടുള്ള മിസൈലുകള്, തദ്ദേശീയ നിർമ്മിതമായിട്ടുള്ള ഒരുപാട് ഇപ്പോ നമ്മൾ നാവികസേനയിലാണെങ്കിൽ ഷിപ്പുകള് ഒക്കെ ഇന്ത്യ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തദ്ദേശീയവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ കരസേന ഇങ്ങനെ തദ്ദേശീയവൽക്കരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ് എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതെന്ന് പറയുന്നത് വളരെ പ്രൈവറ്റ് ആണ് അല്ലെ. നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമായിരിക്കും ആ മെസ്സേജ് വായിക്കാനായിട്ട് അല്ലെങ്കിൽ ഡീകോഡ് ചെയ്ത് വായിക്കാനായിട്ട് പറ്റുന്നത്. ഇടയ്ക്ക് നിന്ന് സർവീസ് പ്രൊവൈഡേഴ്സിനൊന്നും അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് എടുത്ത് ആ ഒരു മെസ്സേജ് അവർക്ക് റീഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഹാക്ക് ചെയ്യാനായിട്ടോ അങ്ങനെയൊന്നും പറ്റത്തില്ല. സോ അതുപോലെ നമ്മുടെ സൈനികർക്കിടയിൽ സുരക്ഷിത ആശയവിനിമയത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നെറ്റ്വർക്ക് ശൃംഖലയാണ് സംഭവം എന്ന് പറയുന്നത്. സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ ഓർത്തു വെക്കണേ. ഇനി ഇതും ചോദിക്കാം. അടുത്തത്, നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായിട്ട് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പൊ എന്താണ് പ്രതിബിംബ്? ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ് എന്ന് പറയുന്നത്. സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ആണ് പ്രതിബിംബ് എന്ന് പറയുന്ന ഈ ഒരു അത്യാധുനിക സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, അടുത്തിടെ നമ്മൾ സൈബർ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഒരു ടോൾ ഫ്രീ നമ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. PSC അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേതാണെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുമല്ലോ. അപ്പൊ നിങ്ങളത് കമന്റ് ബോക്സിൽ പറയുക, ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ഒരു ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് സ്പീഡിലായിരിക്കും പറഞ്ഞു പോകുന്നത്. നമ്മൾ ക്ലാസ് സ്പീഡിൽ പറഞ്ഞു പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾ യൂട്യൂബിലായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് കുട്ടികൾക്കും പതുക്കെ പറയുമ്പോഴായിരിക്കും പഠിക്കാൻ പറ്റുന്നത്. എന്നാൽ അതിൽ കൂടുതൽ കുട്ടികൾക്ക് സ്പീഡിൽ കാര്യങ്ങൾ കേൾക്കണം. ഒട്ടും സമയമില്ല അല്ലെ. നമുക്ക് പതുക്കെ പറഞ്ഞു പോകുന്നതിലും നല്ലത് കാര്യങ്ങൾ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും സ്പീഡ് കൂടി പഠിക്കുന്നവർക്ക് അങ്ങനെ തന്നെ പഠിക്കാം. കുറച്ച് പഠിക്കണം എന്നുള്ളവർക്ക് ഓട്ടോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരുടെയും ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഒരു മോഡറേറ്റ് സ്പീഡിലായിരിക്കും ക്ലാസ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇതൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ശരി. സ്പീഡാണോ അല്ലെ, പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടുക, അതിനായിട്ട് 2-3 തവണ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോ ഈ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത്, സാധാരണയായിട്ട് നിങ്ങളിപ്പം നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത്, ഇന്ത്യയിൽ എന്തെങ്കിലും കുറ്റകൃത്യം നടത്തിയിട്ട് വേറെ രാജ്യത്തേക്ക് കടന്നു കളയുക അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ കേസ് പിന്നെ അവിടെ വെച്ച് നിൽക്കുവാണ്. ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും കുറ്റകൃത്യങ്ങളിൽ മുൻപ് കുറ്റകൃത്യ സ്വഭാവമൊക്കെ ഉള്ള ആളുകളുടെ ഏകദേശം 93 ലക്ഷം ആളുകളുടെ വിവരങ്ങൾ, അവരുടെ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ നഫീസ് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നഫീസ് എന്ന് പറയുമ്പോൾ നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, അതാണ് നഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റിംഗ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇവിടെ ഇല്ലെങ്കിലും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അന്വേഷണം തടസ്സപ്പെടത്തില്ല. അതാണ് നഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും കുറ്റകൃത്യം നമ്മുടെ രാജ്യത്ത് നടത്തി വിദേശത്തേക്ക് കടന്നു പോയി അല്ലെങ്കിൽ വിദേശത്തേക്ക് കടന്നു കളയുന്നവരെ കണ്ടെത്തുന്നതിനായിട്ട്. അപ്പൊ അവരുടെ ഈ വിവരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അവരെ ഏത് രാജ്യത്തായിരുന്നാലും കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തത്, കൂട്ടമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാനായിട്ട് നമ്മുടെ കരസേന തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഗംഗ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗംഗ എന്ന് പറയുന്നത്? ഗംഗ എന്ന് പറയുന്നത് ഒരു ആന്റി ഡ്രോൺ സിസ്റ്റം. ഇപ്പോ കൂടുതലായിട്ടും ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ കൂട്ടമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാനായിട്ടുള്ള നമ്മുടെ കരസേന വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഗംഗ. ഇനി അടുത്തത്, മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ പേരിൽ എടുത്തിട്ടുള്ള കണക്ഷനുകൾ ഏതൊക്കെയാണെന്ന് അറിയാനും ഇൻ കേസ് ആവശ്യമില്ല, ഒരു നമ്പർ ആവശ്യമില്ല, നിലവിൽ ഞാനത് ഉപയോഗിക്കുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വിച്ഛേദിക്കാനായിട്ടും ഇനി എൻ്റെ ഏതെങ്കിലും മൊബൈൽ ഫോൺ കളഞ്ഞു പോയെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടും ഒക്കെ സൗകര്യം ഒരുക്കുന്ന പോർട്ടലാണ് സഞ്ചാർ സാധി എന്ന് പറയുന്നത്. സഞ്ചാർ സാധി. അപ്പൊ സഞ്ചാർ സാധി നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു കൊണ്ടുവന്ന ഒരു പോർട്ടലാണ്. കളഞ്ഞുപോയ മൊബൈൽ ഫോണുകൾ കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പേരിൽ എടുത്തിട്ടുള്ള കണക്ഷനുകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ടും നമുക്ക് ആവശ്യമില്ലാത്ത കണക്ഷനുകൾ വിച്ഛേദിക്കാനായിട്ടും സാഹചര്യം ഒരുക്കുന്ന പോർട്ടലാണ് സഞ്ചാർ സാധി എന്ന് പറയുന്നത്. സഞ്ചാർ സാധിയോടുകൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ചക്ഷു എന്ന് പറയുന്നത്. അതായത് ഫോണിൽ വരുന്ന സ്പാം കോളുകൾ ഉണ്ട് അല്ലെ, തട്ടിപ്പ് കോളുകൾ, മെസ്സേജുകൾ, ഒരു OTP ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ പോകുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനായിട്ട് നമ്മുടെ കേന്ദ്ര ടെലികോം മന്ത്രാലയം കൊണ്ടുവന്നിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ചക്ഷു എന്ന് പറയുന്നത്. അപ്പൊ ചക്ഷുവും സഞ്ചാർ സാധിയും ഇന്റഗ്രേറ്റഡ് പോർട്ടലുകളാണ്. സഞ്ചാർ സാധി മൊബൈൽ ഫോൺ കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ചക്ഷു എന്ന് പറയുന്നത് ഫോണിലും വാട്സാപ്പിലും ഒക്കെ വരുന്ന സ്പാം കോളുകളും മെസ്സേജുകളും തടയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ചക്ഷു എന്ന് പറയുന്നത്. ഇനി കപ്പലുകൾ, നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ തകർക്കുന്ന ബോംബുകൾ അല്ലെ, ഇപ്പൊ ജലബോംബുകൾ, ടോർപിഡോകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കണ്ടെത്തി നിർവീര്യമാക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കെൽട്രോൺ നിർമ്മിച്ചു നൽകിയ സംവിധാനമാണ് മാരീച്ച് എന്ന് പറയുന്നത്. മാരീച്ച്. അപ്പൊ മാരീച്ച് കെൽട്രോൺ ആണ് നിർമ്മിച്ചു നൽകിയത്. കപ്പലുകളെ തകർക്കുന്ന ജലബോംബുകളുണ്ട്, ടോർപിഡോകളുണ്ട്. സോ അവയെ കണ്ടെത്തി നിർവീര്യമാക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കെൽട്രോൺ നിർമ്മിച്ചു നൽകിയ സംവിധാനമാണ് മാരീച്ച്. അടുത്തത്, ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും അതിക്രമങ്ങളും നേരിടാനായിട്ട് മെറ്റയും ഗൂഗിളും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയാണ് ലാൻഡൺ എന്ന് പറയുന്നത്. ലാൻഡൺ. ഇപ്പൊ ലാൻഡൺ പദ്ധതി മെറ്റയും ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായിട്ടുള്ള മെറ്റയും അതുപോലെ തന്നെ ഗൂഗിളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലാൻഡൺ. ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന സൈബർ എക്സ്പ്ലോയിറ്റേഷൻസ് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളും അതിക്രമങ്ങളും സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാനായിട്ടുള്ള മെറ്റയുടെയും ഗൂഗിളിന്റെയും പദ്ധതിയാണ് ലാൻഡൺ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ലാൻഡൺ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണെന്ന് ചോദിക്കാം. അവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്കും അതുപോലെ തന്നെ ഗൂഗിളും തരാം, അല്ലെങ്കിൽ ഫേസ്ബുക്കും മെറ്റയെല്ലാം ഒരുപോലെയാണ്, മെറ്റയും ഗൂഗിളും തരാം, അല്ലെങ്കിൽ എക്സും ഗൂഗിളും തരാം, അല്ലെങ്കിൽ എക്സും മെറ്റയും തരാം. അങ്ങനെ നിങ്ങളോട് ഏത് വേണമെങ്കിലും ചോദിക്കാം, ആരാണ് രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ലാൻഡൺ എന്ന് പറയുന്ന പരിപാടി നടത്തുന്നതെന്ന് ചോദിക്കാം. മെറ്റയും ഗൂഗിളും തമ്മിലാണ് നടത്തുന്നത്. ഇനി അതുപോലെ തന്നെ ഡിജി കവച്, ഗൂഗിള് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു സുരക്ഷാ പദ്ധതിയാണ് ഡിജി കവച്. നമ്മുടെ ഇന്ത്യയില് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരുപാട് തട്ടിപ്പ് വായ്പ ആപ്പുകളുണ്ട്. മനുഷ്യർക്ക് വായ്പ കൊടുക്കുകയും പിന്നീട് തന്നെ അവരുടെ ജീവൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന അല്ലെ, അതായത് പിന്നീട് കടക്കെണിയിലേക്ക് കൊണ്ടുപോയി നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്. സോ അങ്ങനെ ഈ തട്ടിപ്പ് വായ്പ ആപ്പുകൾ അടക്കം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനായിട്ട് നമ്മുടെ ഗൂഗിൾ ഉണ്ടല്ലോ, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത്തരത്തിലുള്ള ആപ്പുകളെ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഗൂഗിൾ ആരംഭിച്ച പദ്ധതിയാണ് ഡിജി കവച് എന്ന് പറയുന്ന പ്രോഗ്രാം. ഡിജി കവച്. അടുത്തത് 2024 മെയ് മാസം ഗൂഗിളിന്റെ വാർഷിക കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ഗൂഗിളിന്റെ വാർഷിക കോൺഫറൻസ്. ഈ ഗൂഗിളിന്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് ഗൂഗിൾ സെർച്ചിങ്ങിനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് ആണ് അസ്ത്ര എന്ന് പറയുന്നത്. അസ്ത്ര. അപ്പൊ എന്താണ് അസ്ത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസ്ത്ര എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് ആണ് സെർച്ചിങ്ങിനായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് അമേരിക്കൻ AI റിസർച്ച് ലാബ് ഡീപ് മൈൻഡ് ആണ് പ്രോജക്റ്റ് അസ്ത്ര എന്ന പേരില് ഈ ഒരു AI അസിസ്റ്റന്റിനെ അവതരിപ്പിച്ചത്. പ്രോജക്റ്റ് അസ്ത്ര എന്ന് പറയുന്ന എന്താണ്? ഗൂഗിളിന്റെ ഒരു AI അസിസ്റ്റന്റ് ആണ് അല്ലെ. ഗൂഗിളിന്റെ AI അസിസ്റ്റന്റ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രോജക്റ്റ് അസ്ത്ര എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൂഗിളിലെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് അവതരിപ്പിച്ചതാണ് അസ്ത്ര എന്ന് പറയുന്നത്.
ഗൂഗിളിന്റെ ചാറ്റ് ബോട്ട് ജെമിനി, ഗൂഗിളിന്റെ ചാറ്റ് ബോട്ടാണ് ജെമിനി, നിങ്ങൾക്ക് അറിയാമല്ലോ. ഗൂഗിളിന്റെ AI ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. ഈ ജെമിനിയുടെ 1.5 മോഡലാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ അസ്ത്രയുടെ കൂടെ തന്നെ വാചകത്തെ ചിത്രങ്ങളാക്കാൻ സാധിക്കുന്ന ഇമേജിൻ 3യും വാചകത്തെ വീഡിയോ ആക്കാൻ പറ്റുന്ന വിയോ എന്ന് പറയുന്ന 2 സംവിധാനങ്ങൾ കൂടി ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വാചകത്തെ ടെക്സ്റ്റിനെ നമുക്ക് ഇമേജ് ആക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് പറയുവാണ്. ഇപ്പൊ ഞാൻ ലയൺ, എ പിക്ചർ ഓഫ് ലയൺ എന്ന് പറയുമ്പോൾ അത് ഒരു ചിത്രം, ലയണിന്റെ പിക്ചർ വരിക, അങ്ങനെ ആക്കാൻ പറ്റുന്നതാണ് ഇമേജിൻ എന്ന് പറയുന്ന സംവിധാനം. അതുപോലെ തന്നെ വാചകത്തെ ഞാൻ ടെക്സ്റ്റ് പറയുന്നു, അതിനെക്കുറിച്ചുള്ള 1 മിനിറ്റ് വീഡിയോ അല്ലെ, വീഡിയോ ആക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, വിയോ എന്ന് പറയുന്നത്. വാചകത്തെ വീഡിയോ ആക്കാൻ പറ്റുന്നതാണ് വിയോ. അടുത്തത് 2023 നവംബറിൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം IT-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. ഈ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് IT എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അകത്ത് വരുന്ന IT ഡെവലപ്മെന്റ്സ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡിൽ 1.2 ടെറാബൈറ്റ് ഡേറ്റ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ഈ ഒരു ചൈന അവതരിപ്പിച്ചതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. ഇനി അടുത്തത് നഭമിത്ര എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോണ്ടർ ആണ്. നഭമിത്ര ഇതെന്ന് പറയുന്നത് നമ്മുടെ GSAT-6 ഉണ്ടല്ലോ, GSAT-6 സാറ്റലൈറ്റ്, ഇതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നഭമിത്ര എന്ന് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടല്ലോ, അപ്പൊ അവര് മീൻ പിടിക്കാൻ പോകുന്ന സാഹചര്യത്ത് കടലിൽ വലിയ കടൽ ക്ഷോഭവും അതുപോലെ തിരമാലയും അതായത് മോശമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ അവരെ അറിയിക്കാനായിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ആശയവിനിമയ സംവിധാനമാണ് നഭമിത്ര ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത്. ഇത് GSAT-6നെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. കാലാവസ്ഥ, ചുഴലിക്കാറ്റ് തുടങ്ങിയ മുന്നറിയിപ്പുകൾ അലാറമായിട്ടും ടെക്സ്റ്റുകളുമായിട്ടൊക്കെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനായിട്ട് സാധിക്കും ഈ നഭമിത്ര ട്രാൻസ്പോണ്ടർ വഴി. അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലും കരയിലും ലഘു സന്ദേശങ്ങളിലൂടെ, ലഘു സന്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് അല്ലെ, ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത സംവിധാനമാണ് നഭമിത്ര. ഇനി അടുത്തത് സാഗർ സമ്പർക്ക് എന്ന് പറയുന്ന ഒരു തദ്ദേശീയമായിട്ട് ഇന്ത്യ വികസിപ്പിച്ച ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. ഇപ്പൊ സാഗർ സമ്പർക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഗതിനിർണയ സംവിധാനമുണ്ട്. നാവിക് എന്നാണ് അതിന്റെ പേര്. ഇനിയിപ്പോ US വരുമ്പോ അത് GPS ആണ് അല്ലെ, US വരുമ്പോ. റഷ്യയിലേക്ക് വരുമ്പോ അത് ഗ്ലോനാസ് ആണ്. ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പൊ US അത് GPS, റഷ്യക്ക് ഗ്ലോനാസ് ആണ്, യൂറോപ്പിന് ഗലീലിയോ ആണ്, ഇന്ത്യക്ക് നാവിക് ആണ്, ചൈനയ്ക്ക് ബെയ്ദോ ആണ്. അപ്പൊ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഗതിനിർണയ സംവിധാനങ്ങളുണ്ട്. ഈ ഗതിനിർണയ സംവിധാനങ്ങളെല്ലാം ഒന്നുകൂടി ആക്യുറേറ്റ് ആക്കുക, ഒന്നുകൂടി കൃത്യമാക്കി നമ്മുടെ ഇന്ത്യയുടെ സമുദ്രമേഖലയെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിനായിട്ട്, കറക്റ്റ് ട്രാക്ക്, ഷിപ്പ് ട്രാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം, ജലപാത മന്ത്രാലയം ആരംഭിച്ച തദ്ദേശീയമായിട്ടുള്ള ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ് സാഗർ സമ്പർക്ക് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ സമുദ്ര മേഖലയുടെ ഡിജിറ്റൽ പരിവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ടാണ് സാഗർ സമ്പർക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഭാഷിണി എന്ന് പറയുന്ന ഭാഷാ വിവർത്തന സംവിധാനം ഒരു ട്രാൻസ്ലേറ്റർ ആണ്. ഇതൊരു ട്രാൻസ്ലേറ്റർ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഭരണഘടനയിലെ 8th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന 22 ഭാഷകളുണ്ട് അല്ലെ. ഈ 22 ഭാഷകളിലും പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന ഒരു AI ഉപയോഗിച്ച് ഇന്ത്യ വികസിപ്പിച്ച ട്രാൻസ്ലേറ്റർ ആണ് ഭാഷിണി. പ്രത്യേകിച്ച് നമ്മുടെ ഗൂഗിളിലും ഇന്റർനെറ്റിലും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരുപാട് ഡേറ്റകൾ ഉണ്ട് അല്ലെ. അത് ഇന്ത്യൻ ഭാഷയിൽ ആ ഉള്ളടക്കങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടാനായിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ സംവിധാനമാണ് ഭാഷിണി.
നിലവിൽ 10 ഭാഷകളിലാണ് ഭാഷിണി അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഡേറ്റകള് സാധാരണ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലൊക്കെ ആയിരിക്കും. അത് ഇന്ത്യൻ ഭാഷയിൽ പ്രത്യേകിച്ച് 22 ഭാഷയിൽ ഭരണഘടനയില് 8th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന 22 ഭാഷയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ആണ് ഭാഷിണി എന്ന് പറയുന്നത്. ഓക്കെ, PQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സോറ. എന്താണ് സോറ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം ഓപ്പൺ AI, ചാറ്റ് GPT സൃഷ്ടാക്കളാണ് ഓപ്പൺ AI എന്ന് പറയുന്നത്. ചെറുതും ലളിതവുമായുള്ള വാക്കുകൾ, അതായത് ചെറിയ ചെറിയ ടെക്സ്റ്റുകൾ നൽകി ഉപയോക്താക്കൾക്ക് 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്ന ഓപ്പൺ AI പുതിയ സാങ്കേതിക വിദ്യയാണ് സോറ എന്ന് പറയുന്നത്. സോറ. അപ്പൊ സോറ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചത് ഓപ്പൺ AI ആണ്. ചെറിയ ടെക്സ്റ്റുകളൊക്കെ നൽകി അത് പിന്നീട് ആ ടെക്സ്റ്റുകൾ 1 മിനിറ്റുള്ള വീഡിയോ ആക്കി. അപ്പം എനിക്കിപ്പോ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു വീഡിയോ വേണം, ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയുവാണ് ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ആ വീഡിയോ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ എന്താ ഒരു കുക്കിംഗ് വീഡിയോ, ഇപ്പോ ഐസ്ക്രീം മേക്കിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കേക്ക് ബേക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പറയുവാണ്. സോ അപ്പൊ എനിക്ക് 1 മിനിറ്റിന് താഴെയുള്ള 1 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു കേക്ക് ബേക്കിംഗ് വീഡിയോ ആയിരിക്കും എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന സോറ. അപ്പൊ അങ്ങനെ ആ ഒരു വീഡിയോ നിർമ്മിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് സോറ എന്ന് പറയുന്ന ഓപ്പൺ AI സംവിധാനം. ഇനി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. സ്ക്രീനിങ് ടൂൾസ് ഫോർ ഓട്ടിസം റിസ്ക് യൂസിങ് ടെക്നോളജി. അതായത് കുട്ടികളില് ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഓട്ടിസം ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രത്യേകത, ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ലളിതമായിട്ടുള്ള കമ്പ്യൂട്ടറിലെ ഗെയിംസിലൂടെയും ചോദ്യങ്ങളിലൂടെയും കുട്ടികളിലെ ഈ ഒരു രോഗം എന്ത് ചെയ്യുന്നു കണ്ടെത്താനായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. ഇനി റീസെന്റ് ആയിട്ട് 2023 ജൂലൈയില് ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് CERT-IN മുന്നറിയിപ്പ് നൽകിയ റാൻസം വെയർ ആണ് അക്കിറ എന്ന് പറയുന്നത്. അപ്പൊ CERT-IN എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സൈബർ സുരക്ഷ, അതുപോലെ തന്നെ സൈബർ സുരക്ഷ ഒരുക്കി സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായിട്ട്, ഫിഷിംഗ്, ഹാക്കിംഗ് പോലെയുള്ള സൈബർ ആക്രമണങ്ങൾ തടയാനായിട്ടുള്ള ഒരു ഏജൻസിയാണ് CERT-IN എന്ന് പറയുന്നത്. ഓക്കെ, CERT-IN. അപ്പൊ CERT-IN അടുത്തിടെ ഒരു റാൻസം വെയറിനെ കുറിച്ച്, റാൻസം വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡേറ്റകൾ എടുത്തിട്ട് മോഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അപഹരിച്ചെടുത്ത ശേഷം ആ ഡേറ്റകൾ വിട്ടുകിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാശ് തരണം എന്ന് പറയുന്ന ഒരു രീതിയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. നിങ്ങൾ IT അത് പഠിക്കുന്നതാണ്. അപ്പോ റീസെന്റ് ആയിട്ട് 2023 ജൂലൈയിൽ നമ്മുടെ CERT-IN അക്കിറ എന്ന് പറയുന്ന ഈ ഒരു റാൻസം വെയറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യയിലെ കമ്പ്യൂട്ടറുകൾക്ക് വിൻഡോസ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് ഈ റാൻസം വെയർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ വിവരങ്ങൾ നമ്മളിൽ നിന്ന് ചോർത്തി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന റാൻസം വെയർ ആണ് അക്കിറ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ട്വിറ്റർ. ഇപ്പൊ ട്വിറ്റർ ഇല്ല, ട്വിറ്ററിന് പകരമായിട്ട് എന്താണുള്ളത്, എക്സ് ആണുള്ളത് അല്ലെ. അപ്പൊ എക്സിന് പകരമായിട്ട് ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് കൊണ്ടുവന്ന ആപ്ലിക്കേഷനാണ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ത്രെഡ് എന്ന് പറയുന്നത് എക്സിന് പകരമായിട്ട് കൊണ്ടുവന്നതാണ്. നമുക്കറിയാം ഇലോൺ മസ്ക് ട്വിറ്ററിനെ ഏറ്റെടുത്ത ശേഷം ട്വിറ്ററിന്റെ പേര് എക്സ് എന്നാക്കി മാറ്റി, അതിന്റെ ലോഗോയും എക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ, എക്സ് കോർപ്പ് എന്നാക്കി മാറ്റി. മാത്രമല്ല ഇലോൺ മസ്ക് XAI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് എന്ന പേരില് XAI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സിന് പകരമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് മെറ്റ അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് ത്രെഡ്. എലോൺ മസ്ക് ട്വിറ്ററിനെ ഏറ്റെടുത്ത ശേഷം അതിന്റെ ലോഗോ മാറ്റി, എക്സ് മാറ്റി, ട്വിറ്റർ പേര് മാറ്റി എക്സ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ചിർപ്പി എന്ന ചിർപ്പിംഗ് ബേർഡ് ആയിരുന്നു നേരത്തെ ചിഹ്നമെങ്കിൽ ഇപ്പോൾ എക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ആ ലോഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഡെവലപ്മെന്റിനായിട്ട് XAI എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പും ഇലോൺ മസ്ക് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി 2024 പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പാണ് കൂ ആപ്പ് എന്ന് പറയുന്നത് കേട്ടോ. കൂ ട്വിറ്റർ പോലെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ആപ്പാണ് കൂ.
ഇന്ത്യൻ മൈക്രോ ബ്ലോഗിംഗ് അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സേവനമൊക്കെയാണ് കൂവാപ്പ് നൽകിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇത് 2024 പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂവാപ്പ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ചോദ്യ അവലോകനത്തിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ IT-യുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ആസാദി കാ അമൃത് മഹോത്സവ്, ബജറ്റ്, ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ വരുന്ന പരീക്ഷകൾക്ക് പോവുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.